ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫുട്ബോൾ ലോകത്തെ പല പ്രധാനപ്പെട്ട ടീമുകളും വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചു. എന്നാൽ അർജന്റീന ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഉടൻ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം അർജന്റീൻ മാധ്യമമായ ഡയാരിയോ ഒലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് സുപ്രധാന താരങ്ങളുടെ ഫിസിക്കൽ പ്രശ്നങ്ങൾ സ്കലോണിക്ക് തലവേദനയാകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ടീമിനകത്ത് മേജർ ഇഞ്ചുറികൾ ഒന്നുമില്ല, പക്ഷെ പല പ്രധാനപ്പെട്ട താരങ്ങളും ഇപ്പോൾ അർജന്റീനയിലേക്ക് വരുന്നത് ചെറിയ ചെറിയ ഫിസിക്കൽ പ്രശ്നങ്ങളും വെച്ചുകൊണ്ടാണ്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം അത് മെസ്സിയാണ്. മെസ്സിക്ക് ഇപ്പോൾ ചെറിയ ഒരു അസ്വസ്ഥതയുണ്ട്. മേജർ ഇഞ്ചുറികൾ ഒന്നുമില്ല, പക്ഷെ കുറച്ച് വിശ്രമം മെസ്സിക്ക് ആവശ്യമാണ്. ഫിസിക്കലായിട്ടുള്ള ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ എമി മാർട്ടിനസിന്റെ കാര്യവും അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ കൈവിരലിന് ഇപ്പോൾ പൊട്ടലുണ്ട്. സർജറി ഒന്നും ആവശ്യമില്ല, പക്ഷെ റെസ്റ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ നഹുവേൽ മൊളീനക്ക് പരിക്കായിരുന്നു. അദ്ദേഹം ഇപ്പോൾ റിക്കവറായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ റൊമേറോ പരിക്കിന്റെ പിടിയിലാണ്. ടോട്ടൻഹാമിന്റെ അവസാനത്തെ മത്സരമൊന്നും ഈ ഫിസിക്കൽ പ്രശ്നങ്ങൾ കാരണം റൊമേറോ കളിച്ചിട്ടില്ല. ഗോൺസാലോ മോണ്ടിയലിന് പ്രശ്നങ്ങളുണ്ട്. മാർക്യൂസ് അക്യൂഞ്ഞക്ക് പ്രശ്നങ്ങളുണ്ട്. തിയാഗോ അൽമേഡക്ക് പ്രശ്നങ്ങളുണ്ട്. നിക്കോളാസ് ഗോൺസാലസ്, അതുപോലെ തന്നെ ഹൂലിയൻ ആൽവരസ്, ഇവർക്കെല്ലാവർക്കും ഫിസിക്കൽ പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്ന് മുക്തരായിക്കൊണ്ടാണ് പതിയെ പതിയെ അവർ അർജന്റീനയിലേക്ക് വരുന്നത്. ഇത് ഒരല്പം ആശങ്ക നൽകുന്ന കാര്യമാണ്. കാരണം പൂർണ്ണ ഫിറ്റ്നസ്സോടുകൂടി ടീമിനകത്ത് കുറച്ച് താരങ്ങൾ മാത്രമാണ് ഉള്ളത്. ടീമിലെ പല സുപ്രധാന താരങ്ങൾക്കും ഫിസിക്കലി ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും അതെല്ലാം ഓക്കെ ആകും. നല്ല രൂപത്തിലുള്ള ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ സ്കലോണി ഉള്ളത്. മേജർ ഇഞ്ചുറികൾ ഇല്ലെങ്കിലും പല പ്രധാനപ്പെട്ട താരങ്ങൾക്കും ശാരീരികമായി പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നുള്ളത് സ്കലോണിയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി കാണാം.